പ്രിയപ്പെട്ട കുട്ടികളെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നറിയാം. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്ലൂയിഡ്സ് എന്നാണ്. ഫ്ലൂയിഡ് എന്ന വാക്കുണ്ടാവുന്നത് ഫ്ലോ ചെയ്യാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലാണ്. അതായത് ഒഴുകാൻ കഴിയുന്നതൊക്കെ ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ ലിക്വിഡ്സ് മാത്രമല്ല, ഗ്യാസസും ഫ്ലൂയിഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ എ ഫ്ലൂയിഡ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. പിന്നെ എന്താണ് ഒരു ഫ്ലൂയിഡിനെ സോളിഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഖരവസ്തുക്കൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകളായിട്ടുണ്ടാവുക? കൃത്യമായ ആകൃതിയുണ്ട് അല്ലെ? അതിലെ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ കൃത്യമായ പൊസിഷനിലാണുള്ളത്. അവയ്ക്ക് ആ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്റർ മോളിക്കുലർ ബോണ്ടൊക്കെ വളരെ കൃത്യമായിട്ടാണ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആണ് സോളിഡ്സ്. അതേസമയം ഫ്ലൂയിഡ്സിനോ കൃത്യമായ ആകൃതിയുണ്ടോ? ഇല്ലല്ലോ. അവ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയാണ് ഫ്ലൂയിഡ്സ് എടുക്കുക. അതിലുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ, മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് അല്ല. അതുകൊണ്ട് ദേ ആർ ഫ്രീ ടു മൂവ് ത്രൂ ദ സർഫസ് ഓർ ത്രൂ ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ടേക്കൺ അല്ലെ? അപ്പൊ അതിലെ മോളിക്യൂൾസിന് കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം സോളിഡ്സിന് അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്യാനേ അതിലെ മോളിക്യൂൾസിന് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം നമുക്കറിയാം, ആകൃതിയിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട് കംപ്രസിബിലിറ്റി എന്നൊരു വാക്ക്. അതായത് ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലാണ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കംപ്രസ് ചെയ്തുകൊണ്ട് അതിന്റെ വോളിയം എത്രമാത്രം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് കംപ്രസിബിലിറ്റി. സോ സോളിഡ്സ് ഹാസ് വെരി ലോ കംപ്രസിബിലിറ്റി, whereas fluids have comparatively higher compressibility. That is another difference. ദ്രാവകങ്ങളെ, ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ ഗ്യാസസിനെ കംപ്രസ് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. സോ ഫ്ലൂയിഡ്സ് ഹാസ് ഹൈ കംപ്രസിബിലിറ്റി കമ്പയർഡ് ടു സോളിഡ്സ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. ആൻഡ് ദ തേർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ഈസ് ദാറ്റ് എ ഫ്ലൂയിഡ് cannot sustain a tangential force. ടാൻജൻഷ്യൽ ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഉപരിതലത്തിൽ കൂടി സ്പർശിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫോഴ്സ് ഒരു സോളിഡിന്റെ മുകളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സോളിഡിന് അതിന്റെ ആകൃതി മാറുകയാണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു ക്യൂബ് പോലെയുള്ള ഒരു വസ്തു നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പെട്ടി പോലെയുള്ള വസ്തു. അതിന്റെ അടിവശം ഉറപ്പിച്ചതാണ്. ഓക്കെ, അതിന്റെ മുകളിലത്തെ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് അതിന്റെ സർഫസിനെ ഉരുമ്മിക്കൊണ്ട് ഒരു ഫോഴ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ അടിവശം അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയും മുകളിലത്തെ വശം ചെരിഞ്ഞു പോവുകയും ചെയ്യും. അതായത് എ സോളിഡ് ക്യാൻ സസ്റ്റെയിൻ എ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ്. ടാൻജൻഷ്യൽ ഫോഴ്സ് വരുമ്പോൾ സോളിഡിന്റെ ഷേപ്പ് മാറിക്കൊണ്ട് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു ഫ്ലൂയിഡിന്റെ മുകളിലാണ് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് വരുന്നതെങ്കിൽ ഇറ്റ് കനോട്ട് സസ്റ്റെയിൻ ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. അപ്പൊ അത് ഒഴുകാൻ തുടങ്ങും. ഒരിക്കലും ഒരു ഫ്ലൂയിഡിന്റെ സർഫസ് ചെരിഞ്ഞ രീതിയിൽ നിൽക്കില്ല അല്ലെ? നമ്മൾ ഏത് പാത്രത്തിൽ വെള്ളം എടുത്താലും അതിന്റെ സർഫസ് എപ്പോഴും നിരപ്പായിട്ടായിരിക്കും, അല്ലാണ്ട് ചെരിഞ്ഞ രീതിയിൽ ഒരിക്കലും വെള്ളത്തിന്റെ ഗ്ലാസ്സിൽ വെള്ളത്തിന്റെ സർഫസ് നിൽക്കില്ല. അപ്പം അതിന് അങ്ങനെ നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ടാൻജൻഷ്യൽ ഫോഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോ. So that is the third difference. So these are the three main differences between solids and fluids. First one, solids has regular shape and ordered molecular structure with strong molecular binding, whereas fluids take the shape of their container and the molecules are comparatively free compared to that of solids. The second difference is a solid has very low compressibility, whereas fluids has more compressibility than solids. And the third one is a solid can sustain tangential force or tangential stress, whereas a fluid cannot sustain tangential stress. It will start flowing. So these are the three laws of the three difference of fluids and solids. Okay. ഇനി നമ്മൾ ഇതിലെ പ്രോപ്പർട്ടീസ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പഠിക്കുമ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് അതിൽ പഠിക്കാനുണ്ട്. അതിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്നാണ്. ഫ്ലൂയിഡ് പ്രഷർ
പ്രഷർ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് നമുക്കറിയാം. പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പക്ഷെ ഫ്ലൂയിഡ് പ്രഷറിന്റെ കാര്യം പറയുമ്പോൾ അതിലൊരു കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്, പക്ഷേ അതിലെ ഫോഴ്സ് ആക്ടിങ് നോർമൽ ടു ദ ഏരിയ ഓഫ് ദ സർഫസ്, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയണം. അതായത് ഏരിയ ഫോഴ്സ് വരുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കണം ഏരിയ. അതാണ് ഫ്ലൂയിഡ് പ്രഷറിൽ വരുമ്പോഴുള്ള വ്യത്യാസം. അതായത് ഇവിടെ നമ്മൾ ഫോഴ്സിനെയും ഏരിയയെയും വെക്ടർ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ദ്രാവകം എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും വരെ ഒരു ദ്രാവകം, ഫോർ എക്സാമ്പിൾ വാട്ടർ. അതിലൊരു വസ്തു മുങ്ങിക്കിടക്കാണ്. അപ്പൊ നമ്മൾ പ്രഷർ പറയുമ്പോൾ ഇവിടുന്ന് ഈ സൈഡിലേക്കും ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാവും, ഈ സൈഡിലേക്കും ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാവും. എല്ലാ സർഫസിലും അതിന് നോർമലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലൂയിഡ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോ വേറൊരു തരത്തിലാണെങ്കിൽ, വേറൊരു ഷേപ്പുള്ള വസ്തു ആണെങ്കിൽ പോലും സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഫോഴ്സിനെയും ഒരു വെക്ടർ ആയിട്ടാണ് എടുക്കുക. ഫോഴ്സ് എന്തായാലും വെക്ടർ ആണ്. ഏരിയ ഈസ് ഓൾസോ ടേക്കൺ ആസ് എ വെക്ടർ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പം ഒരു വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ ആൻസർ വിൽ ബി എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് പ്രഷർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സാധാരണ കേസിൽ പ്രഷർ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, പക്ഷെ ഫ്ലൂയിഡ്സിന്റെ കേസിൽ പ്രഷർ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് എടുക്കുന്നത്. ഫോഴ്സും വെക്ടറാണ്, ഏരിയയും വെക്ടറാണ്. ഒരു വെക്ടറിനെ വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു സ്കേലാർ ആണ്. Therefore, fluid pressure is a scalar quantity. Okay. So that is the second point. And the unit of fluid pressure, that is Newton per meter square. Force in the unit by area unit Newton by meter square. അല്ലെങ്കിൽ this is also called Pascal. PA, പാസ്കൽ എന്ന് പറയുന്ന അടുത്ത യൂണിറ്റ് ആയിട്ട് നമുക്ക് അതിനെ പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റു ചില കാര്യങ്ങളാണ് ഇക്വേഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷർ. അപ്പൊ നമ്മള് ഈ പഠിച്ചത് ജനറൽ ആയിട്ടുള്ള പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. P is equal to F by A എന്നുള്ളത് ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഫ്ലൂയിഡ് പ്രഷറിനുള്ള ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമ്മളൊരു കണ്ടെയ്നർ ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു പാത്രം. അതിൻ്റെ അകത്ത് ഇത്രയും ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിൽ H ഡെപ്തിലുള്ള ഒരു പോയിന്റ് ഇവിടെയാണുള്ളത്. ഈ പോയിന്റിലേക്കുള്ള ഡെപ്ത് ആണ് H എന്ന് ഞാൻ പറഞ്ഞത്. സർഫസിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡെപ്ത് H ആണെങ്കിൽ അവിടെയുള്ള പ്രഷർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ പോയിന്റ് ചുവട്ടിൽ വരുന്ന രീതിയിൽ നമ്മളൊരു ഇമാജിനറി സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കൺസിഡർ ആൻ ഇമാജിനറി ലിക്വിഡ് കോളം. ഒരു ലിക്വിഡിന്റെ ഭാഗമുണ്ട്, സിലിണ്ടറിക്കൽ ലിക്വിഡ് കോളം ഉണ്ടെന്ന് വിചാരിക്കുക. സിലിണ്ടറിന്റെ ഷേപ്പിലുള്ള ഒരു ദ്രാവകത്തിന്റെ ഭാഗം ഉണ്ട് എന്ന് വിചാരിക്കുക. With the point at the bottom of the liquid column. Okay, that is the depth of the height of the cylinder is H. Okay, let A be the area of cross section of this surface. അതിന്റെ അടിയിലുള്ള ഭാഗത്തിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. ലിക്വിഡിന്റെ ഡെൻസിറ്റിനെ ഞാൻ റോ എന്ന് പറയാണ്. ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്, P അല്ല, റോ ആണ് ലിക്വിഡിന്റെ ഡെൻസിറ്റി. അപ്പൊ നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്ത് ഫോഴ്സ് ആണ് ഈ അടിയിലുള്ള പോയിന്റിൽ ഉണ്ടാവുക? ഇത്രയും സ്ഥലത്തെ ലിക്വിഡിന്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് അവിടെ അനുഭവപ്പെടുക, ആണല്ലോ. ഇത്രയും സ്ഥലത്തെ ഈ ലിക്വിഡ് കോളത്തിനകത്തുള്ള ലിക്വിഡിന്റെ വെയിറ്റ് ആണ് ഇവിടെ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. അതായത് P is equal to F by A എന്ന് പറയുന്നതിന് പകരം F ഇവിടെ mg ആണ്. ഓക്കെ, mg by A, where mg is the weight of the liquid column inside the cylinder. അപ്പം മാസിന് ഞാൻ വേറൊരു തരത്തിൽ കൊടുക്കുകയാണ്. നമുക്കറിയാം മാസ് ബൈ വോളിയം ഈക്വൽ ടു ഡെൻസിറ്റി ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയാം. അങ്ങനെ ആക്കി മാറ്റുന്നു ഇവിടെ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു G ബൈ A. ഇനി വോളിയത്തിന് എന്ത് പറയാം? ഈ ലിക്വിഡ് കോളത്തിന്റെ വോളിയമാണ് വേണ്ടത്. ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം വരിക, അല്ലെ?
അപ്പോൾ നമുക്ക് വോളിയത്തിന് മാറ്റിയിട്ട് ഞാനിങ്ങനെ എഴുതുന്നു, ഏരിയ ഇൻറ്റു ഹൈറ്റ് റോ ജി ബൈ എ. എ കട്ട് ചെയ്തു, ബാക്കി എന്ത് വരുന്നു, എച്ച് റോ ജി. So this is the equation for fluid pressure. P is equal to H rho G, where H is the depth of the point and rho is the density of the liquid and G is acceleration due to gravity. So this is the equation for fluid pressure. അപ്പോൾ ഈ പ്രഷറിനെ, ഫ്ലൂയിഡ് പ്രഷറിന്റെ P is equal to H rho G എന്നുള്ള ഇക്വേഷനെ അല്ലെങ്കിൽ ആ പ്രഷറിനെ പറയുക ഗേജ് പ്രഷർ എന്നാണ്. ഗേജ് പ്രഷർ, ഗേജ് പ്രഷർ. ടോട്ടൽ പ്രഷർ എന്താണ് വരിക? ടോട്ടൽ പ്രഷർ നമ്മളൊരു പാത്രം തുറന്നു വെച്ചിട്ട് അതിന്റെ അകത്തുള്ള എച്ച് ഡെപ്തിലുള്ള ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിന്റെ സർഫസ് വരെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസ് വരെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ പ്രഷർ വരുന്നത്. ഇപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ സർഫസ് വരെ ഉള്ളത് പ്ലസ് ഈ ഗേജ് പ്രഷർ, അങ്ങനെയാണ് ടോട്ടൽ പ്രഷർ വരിക. അപ്പം ടോട്ടൽ പ്രഷർ P is equal to PA. PA is atmospheric pressure പ്ലസ് എച്ച് റോ ജി. ഇങ്ങനെയാണ് ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ. അപ്പൊ എച്ച് റോ ജി എന്നുള്ളത് ആ ലിക്വിഡ് കോളം കാരണം മാത്രം ഉണ്ടാവുന്ന പ്രഷറും ഇത് അറ്റ്മോസ്ഫറിക് പ്രഷറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രഷറുമാണ്. ഇപ്പൊ സമുദ്രത്തിനടിയിലേക്ക് പോകുമ്പോൾ എത്രയാണ് പ്രഷർ എന്ന് ചോദിച്ചാൽ എച്ച് റോ ജി മാത്രം പറഞ്ഞാൽ പോരാ, അറ്റ്മോസ്ഫറിക് പ്രഷർ സമുദ്ര നിരപ്പ് വരെ അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട്, അതിന്റെ കൂടെയാണ് എച്ച് റോ ജിയും കൂടി കൂടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് there are 3 laws of fluid pressure. Fluid pressure ബന്ധപ്പെട്ട 2-3 ലോ ഉണ്ട്. അത് ഒന്നാമത്തെ ലോ പറയുന്നത് എ ഫ്ലൂയിഡ് ക്യാൻ എക്സേർട്ട് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിലും തുല്യമായിട്ട് ഒരു ഫ്ലൂയിഡിന് പ്രഷർ ചെലുത്താൻ വേണ്ടി സാധിക്കും എന്നാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വിചാരിക്കുക, നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ഒരു ദ്രാവകം വെള്ളം എടുത്തിട്ട് കെട്ടി ടൈറ്റാക്കി വെച്ചു. അതിന് ഏത് സ്ഥലത്ത് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കിയാലും, ഒരു പിന്നുകൊണ്ട് ദ്വാരം ഉണ്ടാക്കിയാലും അവിടെ കൂടെ പുറത്തേക്ക് വെള്ളം ചീറ്റും അല്ലെ. താഴോട്ട് മാത്രമല്ല ഫ്ലൂയിഡ് പ്രഷർ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ താഴോട്ട് മാത്രമേ വെള്ളം ലീക്ക് ആവാൻ പാടുണ്ടായിരുന്നുള്ളൂ. എവിടെ നമ്മൾ ഹോൾ ഉണ്ടാക്കിയാലും അതിൽ കൂടെ വരും, പുറത്തേക്ക് ചീറ്റി വരും. അതായത് ഫ്ലൂയിഡ് ക്യാൻ എക്സേർട്ട് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇതിനകത്തുള്ള ഫ്ലൂയിഡ്, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ മാതിരി മുക്കി വെച്ച ഒരു ബോഡിയുടെ എല്ലാ വശങ്ങളിലും ഫ്ലൂയിഡ് പ്രഷർ ചെലുത്തുന്നുണ്ട്, അല്ലാതെ താഴേക്ക് മാത്രമല്ല. So a fluid can exert pressure equally in all directions. That is the first law. Second law states that the pressure at the same horizontal level inside a fluid will be the same. ഒരു ഫ്ലൂയിഡിനകത്ത് ഒരേ നിരപ്പിലുള്ള എല്ലാ പോയിന്റുകളിലെയും പ്രഷർ സെയിം ആയിരിക്കും. The pressure at all points on the same horizontal level will be the same. അതായത് ഈ പാത്രത്തിലെ, ഈ കണ്ടെയ്നറിലെ ഈ ഇത്രയും ഡെപ്തില് വാട്ടർ ഉണ്ട്, അതിൽ ഈ നിരപ്പ് എടുത്താൽ അവിടെയുള്ള എല്ലാ പോയിന്റിലെയും പ്രഷർ സെയിം ആണ്. കാരണം എന്താണ്? സർഫസ് എന്നുള്ള ഹൈറ്റ് സെയിം ആണ്, ഇങ്ങോട്ടുള്ള ഡെപ്ത് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് സെയിം ആണ്. ഈ വേറൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്താൽ ആ ഹൊറിസോണ്ടൽ ലൈനിലെ എല്ലാ പോയിന്റുകളിലെയും പ്രഷർ സെയിം ആണ്. കാരണം സർഫസിൽ നിന്നും അങ്ങോട്ടുള്ള ഡെപ്ത് എല്ലാത്തിനും സെയിം ആണ്. So pressure at all points on the same horizontal line will be the same. നമുക്കറിയാം ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയുടെ ഇവിടെയാണ് അതിന്റെ സാധനം ടൈറ്റ് ചെയ്യുക അല്ലെ. എന്തുകൊണ്ടാ? നമ്മൾ ഹാർട്ടിന്റെ അതേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതേ പ്രഷർ അറ്റ് ഓൾ ഹൊറിസോണ്ടൽ ലൈൻ, ഓൾ പോയിന്റ്സ് ഓൺ ദ സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആർ ദ സെയിം. അതുകൊണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെയോ കാലിലോ എവിടെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അതല്ല, ഇവിടെ തന്നെ വരാൻ വേണ്ടി, ഹാർട്ടിന്റെ അടുത്തുള്ള തന്നെ അതേ നിരപ്പിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ ലോ പറയുന്നത് പ്രഷർ ഈസ് directly proportional to depth of the point from the surface. P is directly proportional to H. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. P is equal to H rho G എന്ന് നമ്മൾ ചെയ്തതാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇതിൽ ഒരു ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം അതിലെ പോയിന്റുകളുടെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്, എച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കൂടും. ഒരു പാത്രത്തിലെടുത്ത ലിക്വിഡാണ്, അതിന് നിശ്ചിതമായ ഡെൻസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അപ്പൊ പിന്നെ എന്താണ് മാറുന്നത്? ഓരോ പോയിന്റുകളിലേക്കുള്ള ഡെപ്ത് ആണ് മാറുന്നത്. അപ്പൊ ഡെപ്ത് കൂടുകയാണെങ്കിൽ പ്രഷർ, എച്ച് കൂടുകയാണെങ്കിൽ പ്രഷർ കൂടിയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞ P is directly proportional to H. So these are the 3 laws of fluid pressure.
The first one is a fluid exert pressure equally in all directions. അകത്തേക്ക് മാത്രമല്ല കേട്ടോ, പുറത്തേക്കും ഇതേമാതിരി പ്രഷർ ഇങ്ങോട്ടുണ്ട്, താഴോട്ടുണ്ട്, ഈ സൈഡിലേക്കുണ്ട്, എല്ലാ ഭാഗത്തേക്കും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. രണ്ടാമത്തെ കാര്യം, പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദ സെയിം ഹൊറിസോണ്ടൽ ലൈൻ വിൽ ബി ദ സെയിം. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഫ്ലൂയിഡ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെപ്ത് ഓഫ് ദ പോയിന്റ് ഫ്രം ദ സർഫസ്. ഓക്കെ. അപ്പൊ ഈ ലോയും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ട മറ്റൊരു ലോ ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ. പ്രഷറിന്റെ യൂണിറ്റ് തന്നെ പാസ്കൽ എന്നുള്ള, ബ്ലൈസ് പാസ്കൽ എന്നുള്ള സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു എനി പോയിന്റ് in a confined liquid is transmitted equally to all other points. That is the law. The pressure applied to any point in a confined liquid is transmitted equally to all other points. And the confined liquid എന്ന് പറഞ്ഞാൽ ഒരു അടച്ച പാത്രം, തുറന്ന പാത്രമല്ല, ഒരു അടച്ച അല്ലെങ്കിൽ ബൗണ്ടറി ഉള്ള പാത്രത്തിനകത്ത് എടുത്ത ഫ്ലൂയിഡിന്റെ മുകളിൽ കൊടുത്ത പ്രഷർ അപ്ലൈഡ് ടു എ പോയിന്റ് ഓൺ എ കൺഫൈൻഡ് ലിക്വിഡ്. അടച്ച പാത്രത്തിൽ എടുത്ത ഫ്ലൂയിഡിന് കൊടുത്ത പ്രഷർ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എന്ത്? ടു ഓൾ അതർ പോയിന്റ്സ് ഓഫ് ദ ലിക്വിഡ്. എല്ലാ പോയിന്റുകളിലേക്കും തുല്യമായിട്ട് വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. ഇവിടെ കൊടുത്ത പ്രഷർ തന്നെ മറ്റിടത്തും കിട്ടുന്നു. ഇതാണ് ഈ പറഞ്ഞ കാര്യം. ഒരറ്റത്ത് കൊടുത്ത പ്രഷർ അവിടെ തന്നെ സ്പ്രെഡ് ആവുകയല്ല, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. സോ ദ പ്രഷർ അപ്ലൈഡ് ടു ഓൾ പോയിന്റ്സ് on a confined liquid is transmitted to all other points. The pressure applied to any point on a confined liquid is transmitted equally to all other points. That is the statement of Pascal's law. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് ടെക്നിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് പാസ്കൽസ് ലോ. ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ബിഹൈൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസിൽ പലതരം മെഷീൻസ് ഉണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ജാക്സ് ഉണ്ട്, ഹൈഡ്രോളിക് ചെയർ ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിക്കാം. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. അപ്പൊ എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? It is used for lifting a heavy body by the application of a small force. വളരെ കനം കൂടിയ ഒരു വസ്തുവിനെ ചെറിയൊരു ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ട് നീക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തിനെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയാം. നമ്മൾ ഈ വാഹനങ്ങളുടെ ഒക്കെ സർവീസ് സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട്. അതിൽ ഈ കാറുകളൊക്കെ ഉയർത്തി നിർത്തുന്നത് കാണാം അല്ലെ? എങ്ങനെയാണ് ഇവർ ഇത്രയും ഹെവി ആയിട്ടുള്ള കാറുകൾ മാത്രമല്ല, അതിനേക്കാളും വലിയ ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ ഉയർത്തുന്നുണ്ട്. വളരെ ചെറിയ ഒരു കൈ കൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനത്തിന് ഉയർത്തുന്നത്. അതുപോലെ നമുക്കറിയാം ടിപ്പർ ലോറിയൊക്കെ അതിന്റെ ബാക്ക് സൈഡ് മറിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇത്ര വലിയ വാഹനങ്ങൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു കാലിന്റെ പ്രസ് കൊണ്ട് ഇത്രയും അധികം വലിയ ഹെവി ആയിട്ടുള്ള മൊമെന്റ് ഉള്ള വാഹനങ്ങളൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെ ചെറിയ ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ട് വലിയ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ മിക്കവാറും ഹൈഡ്രോളിക് പ്രവർത്തന തത്വം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. Hydraulic lift is used for lifting a heavy body by the application of a small force and it is based on Pascal's law. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അതിൽ രണ്ട് സിലിണ്ടറുകളാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. ഒരു വണ്ണം കുറഞ്ഞ സിലിണ്ടറും വണ്ണം കൂടിയ ഒരു സിലിണ്ടറും, which are connected using a pipe. പൈപ്പ് വെച്ച് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. Two cylinders of different areas of cross section. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ എ ആണ്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ ആണ്. They are connected through a pipe. And here is a piston. പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്റ്റൺ ഉണ്ട് ഇവിടെ. ഇതിലാണ് നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇവിടെയാണ് നമുക്ക് ഉയർത്തേണ്ട വസ്തു എന്താന്ന് വെച്ചാൽ അത് വെക്കുന്നത്. The load is kept here. വാഹനമോ എന്താന്ന് വെച്ചാൽ അവിടെയാണ് ലോഡ് വെക്കുന്നത്. ഓക്കെ. ആൻഡ് ദ സിലിണ്ടേഴ്സ് ആർ ഫിൽഡ് വിത്ത് സം ലിക്വിഡ് ഓർ എ ഫ്ലൂയിഡ്. എയർ ആവാം,
മറ്റെന്തെങ്കിലും ലിക്വിഡ് ആവാം, ഓയിൽ ആവാം, എന്തെങ്കിലും വെച്ച് ഇത് നിറച്ചിട്ടുണ്ടാവും. So, two cylinders having different areas of cross section are connected using a pipe. There is a smaller piston, smooth frictionless piston ആയിരിക്കും, വളരെ മിനുസുള്ള റഫ് അല്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ പിസ്റ്റൺ ആയിരിക്കും. ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന്റെ മുകളിലാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട വസ്തു വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ താഴോട്ട് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണെന്ന് നോക്കാം. P is equal to ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സ് സ്മോൾ f by A. This is the pressure applied at the smaller piston. And according to Pascal's law, the same pressure is transmitted equally to all other points. ഇതേ പ്രഷർ തന്നെയാണ് ഇപ്പുറത്ത് എത്തുന്നത്. ഇത് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടം വരെ എത്തും. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഈ P തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? നമുക്കറിയാം ഈ ഇക്വേഷന് ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ എന്നാണ് വേണ്ടത്, അല്ലേ? അപ്പൊ ഇവിടുത്തെ ഫോഴ്സിനെ ഞാൻ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നു. ഇവിടെ ഉണ്ടാവുന്ന ലാർജ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ ഏതെടുക്കണം? ഇവിടുത്തെ ഏരിയ എടുക്കണം, രണ്ടാമത്തെ സർഫസിലുള്ള ഏരിയ, പി ഇൻടു ക്യാപിറ്റൽ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ പ്രഷർ ഇവിടെയും ഉള്ള പ്രഷർ സെയിം ആണ് പാസ്കൽസ് ലോ പ്രകാരം. സോ എഫ് ബൈ എ into A. That is capital F is equal to small f into A by A. Okay. ഈ A by A എപ്പോഴും that will be greater than 1. A by A is greater than 1. കാരണം ഒന്ന് വലിയ ഫോഴ്സ് ആണ്, വലിയ ഏരിയ ആണ്, മറ്റേത് ചെറിയ ഏരിയ ആണ്, അത് greater than 1 ആണ്. അപ്പൊ സ്മോൾ എഫിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് greater than 1 കൊണ്ടുള്ള ഒരു സംഖ്യ കൊണ്ടാണ്. അതായത് 2, 3, 4 അതുപോലെയുള്ള ഒരു സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Therefore capital F will be greater than small f. സ്മോൾ എഫിനെ 2 കൊണ്ടോ 3 കൊണ്ടോ ഉദാഹരണമായിട്ട് ഗുണിച്ചതാണ് ക്യാപിറ്റൽ എഫ്. അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് എന്തായാലും സ്മോൾ എഫിനെക്കാൾ വലുതായിരിക്കും. സോ വി ആർ ഗെറ്റിംഗ് എ ലാർജ് ഫോഴ്സ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ സ്മോൾ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വർക്കിങ്ങും. വളരെ പ്രധാനപ്പെട്ടതാണ്, ഫോക്കസ് പോയിന്റിൽ വരുന്ന ഭാഗങ്ങളാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ്. So capital F is greater than small f. So we are getting a large force by the application of a small force. അപ്പൊ ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്സിൽ ഉപയോഗിക്കുന്നത്, വാഹനങ്ങളുടെ ബ്രേക്കുകളിൽ. അതുപോലെ ഹൈഡ്രോളിക് ജാക്സ് ഉണ്ട്, ജാക്കി എന്ന് പറയുന്ന സാധനം വാഹനങ്ങൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ, അതുപോലെ ഈ ദന്തിസ്റ്റുകളുടെ ചെയറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർ കാലുകൊണ്ട് പ്രസ് ചെയ്തിട്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതും ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. ടിപ്പർ ലോറി ആയാലും JCB ആയാലും അങ്ങനെയുള്ള വലിയ ഫോഴ്സ് പ്രയോഗിക്കുന്ന, ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഫോഴ്സ് കിട്ടുന്ന എല്ലാ വസ്തുക്കളും വർക്ക് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ അല്ലെങ്കിൽ പാസ്കൽസ് ലോയുടെ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നന്നായിട്ട് പഠിക്കും. ഓക്കെ.